ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മാരീചവധമാണ് പറഞ്ഞത്. മാരീചനെ ശ്രീരാമചന്ദ്രൻ അമ്പെയ്ത് വധിക്കുന്ന സമയത്ത് ഈ രാക്ഷസൻ രാവണനെ സഹായിക്കുന്നതിനായിട്ട് ലക്ഷ്മണനെ വിളിച്ച് രാമൻ്റെ ശബ്ദത്തിൽ ഉറക്കെ കരഞ്ഞു എന്നുവരെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കരച്ചിൽ സീതാദേവി കേൾക്കുന്നു. ദേവി ലക്ഷ്മണനോട് പറയുന്നു, അനുജ വേഗം ചെല്ലൂ, രാമൻ കരയുന്നത് കേൾക്കുന്നില്ലേ? രാമൻ നിന്നെ വിളിച്ചിട്ടാണ് കരയുന്നത്. രാക്ഷസന്മാരുടെ ഉപദ്രവം അദ്ദേഹത്തിനുണ്ടായി എന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകൂ എന്ന് സീത ലക്ഷ്മണനോട് പറയുന്നു. ഉടനെ ലക്ഷ്മണൻ സമാധാനിപ്പിച്ചു, ശ്രീരാമചന്ദ്രന് ഒരു അപകടവും പറ്റില്ല. ജ്യേഷ്ഠനെ അങ്ങനെ ആർക്കും വധിക്കുവാൻ സാധിക്കുകയില്ല. മാനിനെ വധിച്ചിട്ട് ഇവിടെ ഉടൻ തന്നെ എത്തിച്ചേരും. ദേവി വിഷമിക്കണ്ട. ഒരിക്കലും ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ കരയില്ല. ഇത് രാക്ഷസന്മാരുടെ ചതിയാണ് എന്ന് ലക്ഷ്മണൻ പറയുന്നു. പക്ഷേ സീതയ്ക്ക് അത് ബോധ്യപ്പെട്ടില്ല. സീത തലയിൽ തല്ലിക്കൊണ്ട് അലമുറയിടുകയാണ്. എന്നിട്ട് പറയുന്നു, അച്ഛൻ്റെ രണ്ടാം ഭാര്യയിലെ മകൻ ഒരിക്കലും സ്വന്തമായിരിക്കുകയില്ല. ലക്ഷ്മണ, നിന്റെ മനസ്സ് എന്നെ കൊതിക്കുന്നുണ്ടോ? ഭരതൻ രാജ്യം തട്ടിയെടുത്തു. നീ ഭരതനുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? തക്കം കിട്ടിയപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടത്തുകയാണ്. എന്നെ കൊതിച്ച് രാമനെ ചതിക്കുകയാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് കരയുന്നു സീത. ലക്ഷ്മണന് ഭൂമി പിളർന്ന് താഴെ പോയാൽ മതി എന്ന് ആ നിമിഷം തോന്നിപ്പോവുകയാണ്. ലക്ഷ്മണൻ ഈ ലോകത്തെ സാക്ഷിയാക്കിക്കൊണ്ട് സത്യം ചെയ്യുന്നു. ലക്ഷ്മണൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് സത്യം ചെയ്യുന്നു. പക്ഷേ സീതയുടെ മനസ്സിൽ ഒന്നും കയറുന്നില്ല. സീത വീണ്ടും കോപിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണൻ അവസാനം ഒരു തീരുമാനത്തിൽ എത്തുന്നു. ലക്ഷ്മണൻ ഗൃഹത്തിനു ചുറ്റും ഒരു വൃത്തം വരച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ വര കടന്ന് ആരും അകത്തേക്ക് കയറില്ല. ദേവി ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഒരു മരത്തിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു രാവണൻ. ഒരു മരത്തിൻ്റെ പുറകിൽ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മണൻ പോയ ഉടൻ തന്നെ ഒരു സന്യാസിയുടെ രൂപം സ്വീകരിക്കുന്നു രാവണൻ. എന്നിട്ട് കയ്യിൽ ഒരു ഭിക്ഷാപാത്രവും പിടിച്ചുകൊണ്ട് ആ പർണശാലയുടെ മുമ്പിലേക്ക് എത്തുന്നു. സീത അതിസുന്ദരി, മധുരവചനം, ഇതെല്ലാം കണ്ടും കേട്ടും രാവണന് കാമമുണ്ടാകുന്നു. രാവണൻ മധുരമായ വാക്യത്തിൽ സീതാദേവിയോട് പറയുകയാണ്, നിങ്ങൾ എവിടെയുള്ള സ്ത്രീയാണ്? ഏതു വർഗമാണ്? ആരുടെ മകളാണ്? ആരുടെ പത്നിയാണ്? മനുഷ്യ സ്ത്രീയാണോ അതോ സ്വർണ്ണ പ്രതിമയാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സീത താൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. ജനകപുത്രിയാണ് ഞാൻ. എൻ്റെ പേര് സീത എന്നാണ്. ദശരഥന്റെ പുത്രവധുവാണ്. രാമന്റെ പത്നിയാണ്. ഇരിക്കൂ ബ്രാഹ്മണ, ലക്ഷ്മണൻ കൊണ്ടുവന്ന പഴങ്ങളുണ്ട്, ഭക്ഷിച്ചാലും എന്ന നിലയിൽ സീത രാവണൻ എന്ന ബ്രാഹ്മണനോട്, സന്യാസിയോട് പറയുന്നു. അപ്പോൾ രാവണൻ ഭിക്ഷ ചോദിക്കുകയാണ്. സീത ഭിക്ഷ കൊടുക്കാൻ തയ്യാറാകുന്നു. ഫലങ്ങളുണ്ട്, അത് ഭക്ഷിക്കൂ എന്ന് പറയുന്നു. ഉടനെ ഈ രാവണൻ സീതാദേവിയോട് പറയുകയാണ്, ദേവി, ഞാൻ വനത്തിൽ ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്. മുനിമാർ ആശ്രമത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോവുകയില്ല. ഇങ്ങനെ രാവണൻ പറയുന്നു. ഉടൻ തന്നെ സീത പറയുകയാണ്, എൻ്റെ പ്രഭുവിൻ്റെ ആജ്ഞയില്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഭിക്ഷ സ്വീകരിക്കാതെ ഞാൻ പൊയ്ക്കൊള്ളാം, അതിൻ്റെ ദോഷഫലം അനുഭവിച്ചു കൊള്ളുക എന്ന നിലയിൽ രാവണൻ പറയുന്നു.
അതോടുകൂടി അതിഥി ഒന്നും സ്വീകരിക്കാതെ വെറുതെ മടങ്ങിയാൽ അത് ധർമ്മത്തിന് ദോഷമുണ്ടാക്കും. ഒരു പക്ഷേ ശ്രീരാമചന്ദ്രൻ വഴക്കു പറയുമോ എന്ന് പോലും സീത ചിന്തിക്കുന്നു. അങ്ങനെ സീത ലക്ഷ്മണന്റെ വാക്കു മറന്ന് പഴങ്ങളുമായി ആ ലക്ഷ്മണൻ വരച്ച വരവിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. സീതയുടെ കൈകളിൽ പഴങ്ങളുണ്ട്. ആ പഴങ്ങൾ രാവണന്റെ നേർക്ക് നീട്ടുന്നു. ഉടൻ തന്നെ സീതയുടെ 2 കൈയും ചേർത്ത് പിടിക്കുന്നു രാവണൻ. സീത ഞെട്ടിത്തെറിച്ചു. എന്തൊരു മര്യാദകേടാണിത്, ഇങ്ങനെ നീ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന നിലയിൽ ചോദിക്കുന്നു. ഉടനെ താൻ ആരാണ് എന്നുള്ള കാര്യം രാവണൻ അവിടെ വെളിപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന നിലയിൽ ആ കാര്യവും വെളിപ്പെടുത്തുന്നു. അതോടുകൂടി സീതയ്ക്ക് ലക്ഷ്മണൻ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു. പിന്നീട് രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് സീത കരയുന്നു. രാവണൻ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ രാവണന്റെ സമാധാനം ദേവിയിൽ കൂടുതൽ ദുഃഖമാണ് ഉണ്ടാക്കിയത്. ദേവി കരയാൻ തുടങ്ങുന്നു. ആ സമയത്ത് രാവണൻ സീതാദേവിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. മേഘത്തിന്റെ മുകളിൽ കൂടി അങ്ങനെ അവര് സഞ്ചരിക്കുന്നു. പെട്ടെന്ന് മേഘങ്ങൾ അവരെ മൂടുന്നു. അങ്ങനെ അവര് സഞ്ചരിക്കുകയാണ്. ലങ്ക ലക്ഷ്യമാക്കി അവര് ആകാശത്തു കൂടി സഞ്ചരിക്കുന്നു. സീത കരയുകയാണ്. രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് കരയുന്നു. രാവണൻ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സീത വീണ്ടും വീണ്ടും കരഞ്ഞു. ദേവതകളെ, സീതയെ രാവണൻ അപഹരിച്ചു. നിങ്ങൾ ഈ കാര്യം ശ്രീരാമചന്ദ്രനോട് പറയണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കരയുന്നത്. കാട്ടിലെ വനങ്ങളോട്, ലതകളോട്, പുഷ്പങ്ങളോടൊക്കെ സീത വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ രാമനെ കാണുമ്പോൾ സീതയെ രാവണൻ അപഹരിച്ചു എന്ന് രാമനോട് പറയണം എന്ന നിലയിൽ കരയുകയാണ് സീത. അങ്ങനെ സീതയെയും കൊണ്ട് രാവണൻ ലങ്ക ലക്ഷ്യമാക്കി പറക്കുന്നു. ആ സമയത്ത് ഗരുഡപുത്രനായ ജടായു എന്ന പക്ഷി സീതയുടെ കരച്ചിൽ കേൾക്കുന്നു. ആകാശത്തേക്ക് ഉയർന്നു നോക്കിയപ്പോൾ രാവണൻ സീതയെയും കൊണ്ട് പോകുന്നത് കാണുന്നു. ത്രിലോകങ്ങളിലെ എല്ലാ വീരന്മാരെയും കണ്ടിട്ടുള്ള പക്ഷിക്ക് അത് രാവണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. 2 ചിറകുകളും വീശിക്കൊണ്ട് പറന്നെടുത്തു രാവണന്റെ നേരെ ജടായു. രാവണനെ തടഞ്ഞുകൊണ്ട് വഴിയിലങ്ങനെ നിന്നു ജടായു. എന്നിട്ട് രാവണനെ വിളിച്ചു പറയുകയാണ്, രാക്ഷസ, നിനക്കറിയില്ലേ എന്തു കുറ്റത്തിനാണ് നീ രാമന്റെ സുന്ദരിയെ അപഹരിച്ചത്? രാമൻ നിന്റെ ലങ്കാപുരി നശിപ്പിച്ചോ? ശൂർപ്പണഖ രാമനെ തേടി ചെന്നതല്ലേ? ആ കുറ്റത്തിനാണ് അവളുടെ കാതും മൂക്കും മുറിച്ചത്. ഇപ്പോൾ നീ ചെയ്യുന്നത് ധർമ്മമല്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന നിലയിൽ ജടായു പറയുന്നു. എന്നിട്ട് ചിറകടിച്ചുകൊണ്ട് ആ പക്ഷി രാവണനോട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആകാശത്തിലേക്ക് ഉയർന്ന് ജടായു രാമനെ നോക്കുന്നു. രാമൻ വളരെ ദൂരെയാണ്. പിന്നീട് രാവണനും ജടായുവും തമ്മിൽ വലിയ യുദ്ധമാണ്. അങ്ങനെ ഘോര യുദ്ധം നടക്കുന്നു. ആർക്കും ആരെയും തോൽപ്പിക്കുവാൻ പറ്റുന്നില്ല. രാവണന്റെ രത്നകിരീടം പക്ഷി കൊത്തി പൊട്ടിക്കുന്നു. രാവണന് 10 തലയുണ്ട് എന്നാണ്. മഹാദേവന്റെ അനുഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആപത്തൊന്നും സംഭവിക്കുകയില്ല. എങ്കിലും പക്ഷിയുടെ ആക്രമണത്താൽ തലമുടിയെല്ലാം അഴിഞ്ഞു. പിന്നീട് വലിയ യുദ്ധത്തില് ധാരാളം അമ്പുകള് രാവണൻ ജടായുവിന്റെ നേർക്ക് എയ്യുന്നു. അങ്ങനെ പക്ഷിയുടെ ശരീരം മുഴുവനും മുറിയുന്നു. അങ്ങനെ പക്ഷി താഴേക്ക് വീഴുന്നു. പക്ഷി രാമൻ വരുന്നതും കാത്ത് അങ്ങനെ കിടക്കുകയാണ്. പ്രാണഭയം നിമിത്തം പിന്നെ എന്തെങ്കിലും ചെയ്യാൻ ഭയമായി. കാരണം രാമനെ എങ്ങനെയെങ്കിലും ഈ കാര്യം അറിയിക്കണം. അതുകൊണ്ട് പ്രാണൻ പിടിച്ചു വെച്ചുകൊണ്ട് പക്ഷി അങ്ങനെ അവിടെ
കിടക്കുകയാണ്. ആ സമയത്ത് സീതാദേവി കരഞ്ഞുകൊണ്ട് ജടായുവിനോട് പറയുകയാണ്, അല്ലയോ ജടായു, എനിക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ ജീവിതം നശിപ്പിച്ചല്ലോ, ജീവൻ കളഞ്ഞല്ലോ. രാമനോട് പറയണം, രാമന്റെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയണം എന്ന് സീത ജടായുവിനോട് പറയുന്നു. ജടായു അങ്ങനെ പറയാമെന്ന് സീതയോട് പറയുന്നു. എന്നിട്ട് രാമന്റെ വരവും കാത്ത് അങ്ങനെ ആ വഴിയിൽ കിടക്കുന്നു. ഹരേ കൃഷ്ണ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.